ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ശ്രീ വി.ഡി. സതീശൻ മന്ത്രിമാരുടെ പട്ടിക ലോക് ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കണ്ടോൺമെന്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, KA തുളസി, T സിദ്ദിഖ്, OJ ജനീഷ്, AP അനിൽകുമാർ, M ലിജു, റോജി M ജോൺ, PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, VE അബ്ദുൽ ഗഫൂർ, KM ഷാജി, CP ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ് തുടങ്ങിയവർ മന്ത്രിമാരാകും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊല്ലിക്കോട്. നാളെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനും ഒപ്പം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 ഗേറ്റുകൾ വഴിയായിരിക്കും പ്രവേശനം. പ്രധാന ഗേറ്റിലൂടെ VIP-കൾക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടായിരിക്കുക. മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണുന്നതിനായി LED വാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സ്റ്റാച്യു വഴി പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം, വഴുതക്കാട്, തൈക്കാട് വഴി പോകണം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLA-മാരുടെയും MP-മാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് സ്വീഡനിലെ ഗോഥൻബർഗിൽ എത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതികവിദ്യ, സ്റ്റാർട്ടപ്പുകൾ, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. രാജ്യത്തെ 7 വിമാനത്താവളങ്ങൾ വഴിയാണ് ഈ സൌകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം നേടി കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
സ്കൂളിലെ 119 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടുന്ന പൊതുവിദ്യാലയ വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 5ാം സ്ഥാനവും ഈ വിദ്യാലയത്തിനാണ്. പരീക്ഷ എഴുതിയ 395 വിദ്യാർത്ഥികളിൽ മുഴുവൻ പേരും വിജയിച്ചു. ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും സ്കൂൾ മുൻപന്തിയിലാണ്. എയർ കണ്ടീഷൻ ചെയ്ത ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഈ സർക്കാർ വിദ്യാലയത്തിനുള്ളത്. CBSE 12ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സുതാര്യതയും കൃത്യതയും വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ ഇന്ന് CBSE 12ാം ക്ലാസ് ഫലങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകളെക്കുറിച്ച് സംസാരിക്കവെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കണം. അതേസമയം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ മഴ ശക്തമാവുകയാണ്. കനത്ത മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. കനത്ത മഴയിലും കാറ്റിലും ആലപ്പുഴ ജില്ലയിൽ 10 വീടുകൾ തകർന്നു. കൈനകരി, പുളിങ്കുന്ന്, അരൂർ, എഴുമുന്ന എന്നീ പഞ്ചായത്തുകളിൽ ചുഴലിക്കാറ്റ് വലിയ നാശമാണ് ഉണ്ടാക്കിയത്. കാറ്റിൽ മരം വീണാണ് വീടുകൾ തകർന്നത്. എഴുമുന്നയിൽ മരം വീണ് ഒരു കാറും തകർന്നു. കുട്ടനാട്ടിലെ പുഞ്ചകൃഷിക്കും കനത്ത മഴ ഭീഷണിയായിട്ടുണ്ട്. കർഷകർ ആശങ്കയിലുമാണ്. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തലപൊക്കി. അവധിക്കാലത്ത് സജീവമായ കായലോര ടൂറിസം മേഖലയ്ക്കും മഴ വില്ലനായി മാറി. കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ 250 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കൊല്ലം കോർപ്പറേഷൻ, മേലില, നെടുവത്തൂർ തുടങ്ങിയ മേഖലകൾ ഹോട്ട് പോയിന്റുകളിലാണ്. ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഒരുമിച്ച് രക്താതിമർദ്ദം നിയന്ത്രിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്താതിമർദ്ദത്തിന്റെ കാരണങ്ങളും പ്രതിരോധവും സംബന്ധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു PS ആകാശവാണി വാർത്തകളോട്. അമിത രക്തസമ്മർദ്ദം ഒരു നിശബ്ദ കൊലയാളിയാകുന്നത് അത് മിക്കവാറും പേരിൽ യാതൊരു ലക്ഷണവുമില്ലാതെ ഉയർന്നിരിക്കാം. ഒരുപക്ഷെ ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ സങ്കീർണതകൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും തിരിച്ചറിയുകയും നേരത്തെ തന്നെ ചികിത്സിക്കുകയും ചെയ്യാം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് കൂടിയ ഭക്ഷണങ്ങളുടെ അളവ് വളരെ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.